ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് ഗ്രേവിയാണേ. 1/2 കിലോ ബീഫ് നന്നായി കഴുകിയെടുത്ത് കുക്കറിലിടുക. ശേഷം ഉലുവ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം ചേർത്ത് മസാല നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ബീഫിൽ നന്നായി മസാല പിടിക്കത്തക്കവണ്ണം തന്നെ കുഴയ്ക്കുക. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് കുക്കർ എന്ത് ചെയ്യുക, ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കഴിഞ്ഞാൽ ശേഷം സിമ്മിൽ തന്നെ ഒരു ബീഫിൻ്റെ വേവിനനുസരിച്ച് 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ വേവിക്കുക. ശേഷം ഒരു ചൂടുള്ള പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കറിവേപ്പില, ഒരു പച്ചമുളക്, കുരുമുളക് പൊടി എന്നിവ ഇട്ടിട്ട് ഈ വേവിച്ച് വെച്ച ബീഫ് ഒഴിക്കുക. ആവശ്യത്തിന് എത്രത്തോളം വെള്ളം വറ്റണോ അത്രത്തോളം നല്ല സിമ്മിൽ തന്നെ വേവിക്കുക. ആവശ്യത്തിന് വെള്ളം വറ്റിക്കഴിഞ്ഞ് വെളിച്ചെണ്ണയും മുകളിൽ വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ തക്കാളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നല്ലാതെ നമ്മുടെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഒരു മല്ലിപ്പൊടി യൂസ് ചെയ്താൽ മതി. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ സ്ലോ കുക്കിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബീഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളൊരു ബിസി ടൈമിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും റിഗ്രറ്റ് ആവില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. സോ ബൈ ബൈ, ട്രൈ ദിസ്. അസ്സലാമു അലൈക്കും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.